കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കുമ്പോൾ അതിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയാൽ അവരെ കൺട്രോൾ ചെയ്യിപ്പിക്കേണ്ടത് ഇങ്ങനെ ശിക്ഷയോട് കൂടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ അതിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ്, ഒരു നോളജാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. ഒരു പവറിലൂടെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും, അത് ഒരു മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നത് ഓക്കെ ആണ് എന്നുള്ളൊരു തോട്ടാണ് കൊടുക്കുന്നത്. അപ്പം നെക്സ്റ്റ് ടൈം അവർ സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം തീർക്കുന്നത് അടിച്ചിട്ടായിരിക്കും. അപ്പം മറ്റൊരു കുട്ടീനെ അടിച്ചിട്ട് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതെ അതെ, കാരണം നമ്മൾ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുട്ടി എന്തായാലും സ്കൂളിൽ ചെന്ന് മറ്റൊരു കുട്ടീനെ അടിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ കുഞ്ഞ് വലുതായി ഒരു അഡൽട്ടായി ഒരു അച്ഛനായി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു പാരന്റിങ് കുഞ്ഞിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ടൈമിലുണ്ടായ ട്രോമ, അതുപോലെ തന്നെ ആ ടൈമിലുണ്ടാകുന്ന സ്ട്രെസ്, എസ്പെഷ്യലി സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഈ ഒരു പേടി അല്ലെങ്കിൽ ഈ അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ വരെ ബാധിക്കും. അപ്പോൾ ഒരു അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ മാറ്റും, അവരുടെ പഠനത്തിന്, അവരുടെ മെമ്മറിനെ, എല്ലാത്തിനും അഫക്റ്റ് ചെയ്യുന്നതാണിത്. സോ പണിഷ്മെന്റ് ഈസ് നെവർ ആൻ ഓപ്ഷൻ. നമുക്ക് അതിനെ മാറ്റാൻ, കുട്ടീൻ്റെ ബിഹേവിയറിനെ മാറ്റാൻ കുറേയേറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ലാസ്റ്റ് ഓപ്ഷൻ പോലും അല്ല പണിഷ്മെന്റ് എന്നുള്ളത്.